ഞാൻ വരിക. എന്താണ് കമ്മീഷണർ സാറേ, ക്രിമിനൽസിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതിന് പകരം ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഇയാൾക്ക് മുംബൈ ഡീലൊന്നും സെറ്റ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഇറക്കി കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചു വന്നായിരിക്കും. തന്റെ ഈ ആക്ഷന് റിയാക്ട് ചെയ്യാൻ വന്നവനല്ല ഞാൻ. ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കില്ല. ഇവിടെ ഇപ്പോ രണ്ട് കാര്യങ്ങളാ ഉള്ളത്. ഒന്നുകിൽ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ തീർക്കണം, അതല്ലെങ്കിൽ പരസ്പരം വെടിവെച്ച് ചാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തേതാണ് വളരെ കംഫർട്ടബിൾ. തനിക്ക് ഏതാണ് കംഫർട്ടെന്ന് താൻ തന്നെ തീരുമാനിക്കുക. താനവിടെ നിൽക്കണോ, ഞാൻ സംസാരിക്കാം. ആ കുഞ്ഞെവിടെ? കുഞ്ഞു? എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. താൻ വെറുതെ കളിക്കല്ലേ, വെറുതെ കിഡ്നാപ്പ് ചെയ്ത കുഞ്ഞെവിടെ? കമ്മീഷണർ സർ, നിങ്ങൾ ഏത് കുഞ്ഞിന്റെ കാര്യം ചോദിക്കുന്നത്? ഇവൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ. തനിക്ക് എത്ര കോടി വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ആ കാശ് തരും. പക്ഷേ ആ കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരിക്കണം. ഡീൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് എത്ര വേണമെന്നുള്ളത് കുഞ്ഞിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ. ശരി, പോകണം. വാടാൻ. രവി. ചേട്ടാ. വിക്കി എവിടെ? ചേട്ടാ അത് പിന്നെ രവി, ഇവൻ വേറൊരാളുടെ കൈ ചെന്നപ്പെടുന്നതിന് മുമ്പ് എനിക്കിവനെ വേണം, മനസ്സിലായോ? ശരി ചേട്ടാ. അകന്നിടുമോ, ജീവിതമാകെ ഉയർന്നിടുമോ, എന്റെ ഉള്ളിലെ കനവെറിയും കഷ്ടത ഇനിയും പുൽകിടുമോ? ഈ നിമിഷം എന്നിൽ കണ്ടൊരായുധം എന്നരികിൽ ഉയർന്നിടുമോ? എന്നിൽ ഉണരും ഇനി നിമിഷം മനസ്സ് കൊണ്ട് ചൊന്നതോ, ധീരൻ വീരൻ ഒന്നിച്ചാലും ഉയർന്നിടുമോ? രൗദ്രം നിന്നിലോ, ക്രോധം നിന്നിലോ, ശൗര്യം എന്നിലും ക്രൗര്യം നിന്നിലും, ദൂരെ തെളിയുമോ, ധൈര്യം പകരുമോ, സർവം നിജമായി വിജയം ഇനിയുമോ? കൊണ്ടുവാ മുത്ത്, എങ്ങ അടുത്ത് നിക്ക്. ഹലോ, കമോൺ കമോൺ, വാ 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 വാ. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. കമോൺ കമോൺ. ചിയേഴ്സ്. വെറുതെ എന്തൊക്കെ ഇവരെന്ത് ചെയ്യുന്നേ? പമ്പ് സെറ്റിന്റെ അടി കുളിച്ചോണ്ട് നിന്ന് നിന്നെ രണ്ട് സൈഡിലും ഓരോ പെമ്പിള്ളേരെയും വെച്ച് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ട് നിൽക്കുന്ന അവസ്ഥ വരെ എത്തിച്ചതിന് എനിക്ക് തന്നെ നീ സ്കെച്ചിട്ടല്ലേ?
ആ വരദ വരദ എനിക്കൊന്നും അറിയില്ല വരദ. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലേ? വരദ വരദ ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒരേ ഒരു ചാൻസ് താ. ചാൻസ്? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മത്സരം നടത്താം. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. രണ്ടുപേർക്കൂടെ നീന്തി അങ്ങ് പോകാം. ആദ്യം അവിടെ ആരെത്തിച്ചേരുന്നോ അവനാണ് ജയിക്കുക. പുന്നാര മോനെ, ഇതിലെങ്ങാനും നീ തോറ്റുപോയാ നീ തീർന്നടാ. ജയിച്ച ജീവനോടെ ഉണ്ടാവും. വരദ എന്നെന്തിനാ കൊല്ലുന്നേന്ന് പറഞ്ഞിട്ടെങ്കിലും കൊല്ല്. എന്തിനാ കൊല്ലുന്നതെന്ന് മോളിൽ ചെന്ന് ചോദിക്കാം. ചേട്ടൻ വരുന്നു. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഡാ നമസ്കാരം. ഇരിക്കടാ. ചീട്ടിടാ. അണ്ണ കാശൊന്നും ഇല്ല അണ്ണ. രവി, എടാ നീ തോക്കൂടെ ഒന്ന് അടങ്ങിയിരിക്കടാ. നീ പറഞ്ഞ ശരിയാ, അതല്ലാതെ വേറെ വഴിയില്ല. നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. നീ എന്തൊക്കെയാണോ ഉണ്ടാവണം. വേട്ടയാടുന്ന കാര്യത്തിൽ ഞാനൊരു പുലിയാ. ആ എന്നെ തന്നെ നിങ്ങൾ വേട്ടയാടാൻ നോക്കിയല്ലേ? അത്രയ്ക്കൊന്നും നീയൊന്നും വളർന്നിട്ടില്ല. വിക്കി എവിടെ? മാഡം, ഞാനൊരു കാര്യം പറഞ്ഞ മാഡത്തിന് ഷോക്കായിരിക്കും. ഇതിന്റെയൊക്കെ പിന്നില് നിങ്ങളുടെ ഭർത്താവ് തന്നെയാ. വാട്ട്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാനത് വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. മോക്കിഷ്ടായോ? എന്നാലേ ഒരു കാര്യം ചെയ്. നാളെ സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു അങ്കിള് വരും. ആ അങ്കിള് വലിയൊരു പാവ തരും. ആ അങ്കിളിന് മോള് ഇത് കൊടുക്കണം. ഓക്കെ? എന്നാ ബാഗ് വെക്കട്ടെ. ആ, നല്ല മോള്. എന്ത് തെറ്റാ ഭഗവാനെ ഞാൻ ചെയ്തത്? എന്താ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്നത്? എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചത്. ഇപ്പൊ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഞാൻ ചെയ്ത ആ തെറ്റ് കാരണമായി. ഇതിന് കാരണക്കാരനായ ഒരുത്തനെയും ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല.
ഹലോ സർ. ആരാണ്? കിഡ്നാപ്പായ കുട്ടി ഇപ്പം എൻ്റെ കയ്യിലുണ്ട് സർ. റിയലി? പക്ഷേ ഞങ്ങളും കിഡ്നാപ്പേഴ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സർ. കിഡ്നാപ്പറും താനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അല്ലെങ്കിലേ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. ഈ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ വലിയ ഓഫീസേഴ്സൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താനൊന്ന് സൂക്ഷിക്കണം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ വിളിക്കുന്നതുവരെ കുട്ടി നിങ്ങളോട് തന്നെ സേഫ് ആയിട്ടിരിക്കണം. വളരെ സൂക്ഷിക്കണം. ശരി, ഞാൻ വയ്ക്കുക. ഞാൻ പിന്നീട് വിളിച്ച് വരേണ്ട സ്ഥലം പറയാം. എന്താളിയാ, ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്നാണല്ലേ അല്ലേ? ഏയ് ചേട്ടാ, ചേട്ടൻ ഇത് എന്താ കാണിക്കുന്നത്? പെങ്ങളെ ഇതൊന്നും പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല. ഇവനെ മറന്നേക്ക്. നല്ലൊരു ചെറുക്കനെ നോക്കി മോൾക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു. എന്തൊക്കെ ചേട്ടൻ ഈ വിളിച്ചു പറയുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയില്ല. ഞാനതൊക്കെ അറിയേണ്ട ആവശ്യം എന്താ? ഡാനിക്ക് നിന്നെ വേണം, എനിക്കാണെങ്കിൽ കാശും വേണം. അതിന് ഡാനി ആരാ? ഞാൻ അവൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോവാം. അപ്പൊ നീ അവനോട് തന്നെ ചോദിക്ക്. പോവാം. ഡാനി എത്ര തരുമെന്ന് പറഞ്ഞേ? ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത അത്രയും പൈസ ഞാൻ തന്നാ പോരെ? അയ്യോ എന്റെ പൊന്നളിയാ, വേണ്ടേ. അന്നൊന്നും ഒന്നിന് പോയ ഗ്യാപ്പിൽ മിസ്സായി പോയവരല്ലേ. നിങ്ങളെ ഞാനിനി എങ്ങനെ വിശ്വസിക്കാനാ? എന്റെ പൊന്നളിയാ, വേണ്ട. ഇതുവരെ കാണാത്ത ഡാനിയെ വിശ്വാസം ഉണ്ടല്ലേ? സ്വന്തം അനിയത്തിനടുത്ത് നിൽക്കുന്ന എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, ഈ ഒരു തവണത്തേക്ക് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ പൊന്നു ചക്കര പെങ്ങളെ, നീയും ഡീല് സംസാരിക്കാൻ തുടങ്ങിയോ? ശരി, ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. നിങ്ങൾക്കൊന്നും അറിയില്ല, എന്നെ കണ്ടിട്ടുമില്ല, ഈ സ്ഥലത്തും വന്നിട്ടില്ല. ഇത്രയും ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ശ്രദ്ധിക്കണം എന്റെ പൊന്നു പെങ്ങളെ. ചെറുക്കം മാണമിട്ട പോലെ പോകുന്നു. ശ്രദ്ധിച്ചാ കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോണേ. എന്റെ മോൻ ഞാൻ പറയുന്നത് ഒരു കണയും കേൾക്കൂല. പക്ഷെ നാട്ടുകാർ എന്തു എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഞാൻ അനുസരിക്കണം. എന്റെ മോൻ ഇനി എങ്ങനെയാണോ എന്തോ, അവൻ എന്നേക്കാൾ വലിയ ക്രിമിനലായി വളരും. അതിപ്പോ ആലോചിച്ചിട്ട് എന്താ കാര്യം? എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. പെങ്ങളിങ്ങ ചേട്ടാ, ഫോൺ. ഹലോ. എന്തായി നമ്മുടെ ഡീൽ? എന്തോന്ന് ഡീല്? കളിക്കരുത്. ആ കുഞ്ഞെവിടെ? ഓ, ഡാനി, നീയായിരുന്നോ? അത് നിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ട്രൂ കോളറില് കോൺട്രാക്ടർ എന്നാണല്ലോ നിന്റെ പേര് കാണിക്കുന്നത്. തമാശ കളിക്കാൻ സമയമില്ല, എനിക്ക് ആ കുഞ്ഞിനെ വേണം. ഡാനി, നിനക്ക് എന്താണോ വേണ്ടത് അത് തീർച്ചയായും കിട്ടും. വരദാ, നീ വന്നെന്നാലും നന്നായിടാ. സോറിടാ. സോറിയാ? ചേട്ടനിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം. ചേട്ടനിപ്പോ നിന്നെ കാണണമെന്ന്. എന്താ രവി, നീ കൂട്ടിക്കൊണ്ടുവന്ന പയ്യൻ നിന്നേക്കാളും ഫാസ്റ്റ് ആണല്ലോ. ആ ശരി, കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് ഇവനോട് പോയിക്കൊള്ളാൻ പറ. ഇല്ല, അത് പറ്റില്ല. പറ്റില്ലേ? എന്തു പറ്റില്ലാന്ന്? ഇല്ല, പറ്റില്ല എന്നുള്ള വാക്കുകളൊക്കെ ഈ ഭരതന്റെ ചെവിയിൽ ഇതുവരെ വീണിട്ടില്ല. എന്താടാ? സബാഷ്. കുഞ്ഞിനെ ഞാൻ വിട്ടു തരില്ല. അതിന് എന്റെ ജീവൻ എടുക്കുന്നു പറഞ്ഞാലും ശരി. നീ ഷൂട്ട് ചെയ്യോ? ചെയ്യേ. ഷൂട്ട് ചെയ്യടാ. ഷൂട്ട് ചെയ്യേ. ഷൂട്ട് ചെയ്യേ. ഷൂട്ട് ചെയ്യാനല്ലേ പറഞ്ഞേ? അയാള് ചോദിച്ച പണം നമ്മൾ കൊടുക്കണം.
നീ ഫുട്ടേജ് അയച്ചില്ലായിരുന്നെങ്കിൽ കുട്ടി ഇപ്പം നമ്മുടെ കയ്യിലിരുന്നേനെ. ഡാനി, നീ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, നമ്മുടെ മേലെയും അവരുടെ കണ്ണുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിർത്ത. ഡാനി, നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തെ? എന്റെ അവസ്ഥ കൂടി നീ ഒന്ന് എടോ, മനസ്സിലാക്കോ? തന്റെ അവസ്ഥ കേട്ട് കരഞ്ഞോണ്ടിരുന്നൊരു കാര്യമില്ല. താൻ ഇനി മുതൽ എന്റെ സഹായത്തിന് വേണ്ട. കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ തന്നെ പോലെ ഒരു പൊട്ടനല്ലടോ കമ്മീഷണറെ. ഐ ആം വെരി സ്മാർട്ട്. കുഞ്ഞിന്റെ കാതിൽ വെച്ചിരിക്കുന്ന ഇയറിംഗ് എയ്ഡില് ഞാൻ GPS ഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ GPS? ഡിവൈസ് ഓൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ. വലിയ വലിയ തിമിംഗലങ്ങൾക്ക് ഈ കേസിൽ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഈ കേസ് നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. അതെ സാർ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഡാനി ഇപ്പൊ ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത്തവണ അവൻ ഒരു കാരണവശാലും ജീവനോടെ രക്ഷപ്പെട്ടു പോകരുത്. ശരി സാർ.